ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ട്രാവൽ വീഡിയോ അല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ചോദിക്കണമെന്നാണ്, ഈ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പം ഞാൻ എൻ്റെ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ പറയാം, ഞാൻ യൂസ് ചെയ്യുന്നത് വിവോ X200 Pro. കിഡിലെന്ന് വെച്ചാൽ കിഡില സാധനം. ആ ഒരു പ്രൈസ് റേഞ്ചിൽ കിഡിലെന്ന് പറയാം. ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്നവർക്കും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കിടക്കാം. ജസ്റ്റ് നമുക്ക് ഒരു ഡോക്യുമെൻ്ററി ഷൂട്ട് ചെയ്യാനാലും പോക്കറ്റ് ഇട്ടുകൊണ്ട് തന്നെ നടക്കാം. എല്ലാവർക്കും മനസ്സിലാവും, ഒരു ഫോണെന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു കിടിലം സാധനം. ഒരു ഐഫോൺ ലെവലിനെക്കാളും അതൊക്കെ മേലെ ഒരു 10x ലെൻസൊക്കെ വെച്ച് ഒരു വീഡിയോ എടുക്കാൻ ബെസ്റ്റ് സാധനം. അപ്പോൾ നമ്മളിതിൻ്റെ ക്യാമറ ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ വിവോ X200 Pro കിടില സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. അപ്പം ഫുൾ സ്പെക്കും കാര്യങ്ങളും ഡീറ്റെയിൽസ് ഉള്ളൊരു ഫുൾ വീഡിയോ വേണമെങ്കിൽ ചെയ്യാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർക്ക് കമൻറ്റ് സെക്ഷനിലും അറിയിക്കാം. അവസാനം ഞാൻ ഈ വീഡിയോയിൽ നമ്മുടെ ഫോണിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ സ്പെക്കും ബാക്കി ക്യാമറ ഡീറ്റെയിൽസും പറയാം. അപ്പോൾ എല്ലാവരും പോയി വീഡിയോ കണ്ടിട്ടോ. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിവോ X200 Proയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വ്ളോഗോ ഇപ്പോൾ സ്ട്രീറ്റിലായിട്ട് ഇറങ്ങിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നവർക്കും ഈ ഒരു ക്വാളിറ്റി, അതായത് ബാക്ക് ബ്ലറാണ്, ബൊക്കെ എഫക്റ്റ് കിട്ടും. ഇതിപ്പോൾ നോർമൽ വീഡിയോയിലാണ് കേട്ടോ. അതായത് 3x 10x ആ ഒരു റേഞ്ചിൽ നിന്നിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബാക്ക് ബ്ലറും ബാക്കി നമുക്ക് DSLR കിട്ടുന്ന എഫക്റ്റ് അതേപോലെ കിട്ടും. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇങ്ങനെ വ്ളോഗും ബാക്കി ട്രാവൽ വീഡിയോസും ഇങ്ങനെ ചെയ്യുന്നവർക്കൊക്കെ ഈ ഒരു 10x ലെൻസ് ഏറ്റവും ബെസ്റ്റാണ്. അതായത് ടെലിസ്കോപ്പിക് ലെൻസ് ഏറ്റവും ബെസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടല്ലേ, ഒരു കിടില ഒരു സിനിമാറ്റിക് രീതിക്കായാലും ഒരു കിടില സാധനമാണ് കേട്ടോ നമ്മുടെ ഈ വിവോ X200 Pro. നമ്മുടെ സൈസിൻ്റെ കൊളാബറേഷനാണ്. കളർ ടോൺ ആയാലും ബാക്കി ഡെപ്തിൻ്റെ കാര്യത്തിലായാലും നമ്മുടെ സൈസിൻ്റെ കൊളാബറേഷൻ ഈ വിവോ X200 Proയിൽ വന്നപ്പോൾ ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ്. ഇപ്പോൾ ഐഫോൺ എടുത്താലും ആ ബഡ്ജറ്റിൽ നോക്കുമ്പോൾ ഈ ടെലിസ്കോപ്പിക് ലെൻസ്, അതായത് 10x 3.7x നേരത്തെ കണ്ടതുപോലെ ഞാൻ വ്ളോഗിങ് എടുക്കുന്ന ഒരു കാര്യം ഞാൻ കാണിച്ചു തന്നു, ബാക്കിൽ ബൊക്കെ എഫക്റ്റ് ഒക്കെ വരുന്നത്. അതെന്ന് പറയുന്നത് നമ്മുടെ ഈ 3.7x ലെൻസിലെടുത്തതാണ്, ഒപ്റ്റിക്കലാണ്. അപ്പം വേറെ മറ്റേ ഡിജിറ്റൽ സൂമോ അങ്ങനെയൊന്നുമല്ല, ഒപ്റ്റിക്കൽ സാധനമാണ്. അപ്പം ഈ സൈസിൻ്റെ കാര്യം കൂടെ വന്നപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ ട്രാവൽ ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് മെയിനായിട്ട് ഷൂട്ട് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഈ വിവോ X200 Proയിലാണ്. ബാക്കി കാര്യങ്ങൾ വേറൊരു ക്യാമറ ഉണ്ട്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന DJI Action 5 Proയിൽ. അപ്പോൾ എൻ്റെ മെയിൻ ഷൂട്ടിംഗ് എല്ലാം നടക്കുന്നത് ഇതിലാണ്.
പിന്നെ നമ്മൾ ക്യാമറയുടെ കാര്യം പറയുമ്പോൾ 50 MB മെയിൻ ലെൻസ്, പിന്നെ 200 MB ടെലിഫോട്ടോ പറയാൻ രക്ഷയില്ല. ഒരു കാര്യം വെച്ചാലും കിടില്ലെന്ന് വെച്ചാൽ അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ സ്റ്റെബിലൈസേഷൻ എന്ന് പറയുമ്പം ഐഫോൺ ലെവൽ സ്റ്റെബിലൈസേഷൻ കാണില്ല. അപ്പോൾ നമ്മുടെ മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ കയ്യിലെ ആക്ഷൻസും നമ്മുടെ ആ സിനിമാറ്റിക് മൂവ്മെൻറ്റ് അനുസരിച്ചായിരിക്കും നമുക്ക് വീഡിയോയ്ക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. എന്ന് വെച്ചാൽ സ്റ്റെബിലൈസേഷൻ ഒട്ടുമില്ലെന്നല്ല, ഉണ്ട്. പക്ഷേ നമ്മുടെ ഐഫോൺ ലെവലിൽ ചിന്തിക്കുമ്പോൾ ആ ലെവലിൽ സ്റ്റെബിലൈസേഷൻ മാത്രമില്ല, പക്ഷേ വീഡിയോ ക്വാളിറ്റി ഐഫോണിനെക്കാളും വേറെ ലെവലാണ്. അപ്പോൾ പിന്നെ അൾട്രാ വൈഡ് ലെൻസാണ്. അപ്പോൾ 3 ലെൻസാണ് വരുന്നത്, 200 MB, 50 MB, പിന്നെ അൾട്രാ വൈഡ്. അപ്പോൾ ഇതിൻ്റെ അപ്പാർച്ചർ വാല്യൂസൊക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം. വീഡിയോ വേണ്ടവർ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഇതാണ്. അപ്പം ഒരു പോക്കറ്റ് ഗൈഡായിട്ട്, അതായത് ഒരു ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരു പോക്കറ്റിൽ തന്നെ കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വീഡിയോ ക്യാമറ, അത് ഒരു ഹെവി കിറ്റോ വേറെ വലിയ ഗിയേഴ്സൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ നോർമൽ വിവോ X200 Pro മതി ഒരു ട്രാവൽ വീഡിയോ ചെയ്യാൻ. അപ്പോൾ എൻ്റെ ചാനലിൽ ഇനിയും പുതിയ ട്രാവൽ വീഡിയോസ് വരും. അത് യൂസ് ചെയ്യുന്നത് വിവോ X200 Pro ആയിരിക്കും. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം തന്നെ കമൻറ്റ് സെക്ഷനിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ഏതിലാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാൻ ഷൂട്ട് ചെയ്യുന്നത് 10-bit ലോഗിലാണ് കേട്ടോ. 10-bit ലോഗ് ചെയ്തിട്ട് നമ്മുടെ റിസോൾവിൽ പോയി കളർ ഗ്രേഡ് ചെയ്തതാണ് നമ്മുടെ ഈ വീഡിയോസൊക്കെ ഇറക്കുന്നത്. അപ്പം ഒരുപാട് വീഡിയോസ് ഇപ്പോൾ തന്നെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയും പുതിയ ട്രാവൽ വീഡിയോസ് വരും വിത്ത് X200 Pro. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായി വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അതുവരേക്കും ബൈ. പുതിയ വീഡിയോയുമായി ഇനി കാണാം.